നമുക്കൊരു ബഹുമാനം അല്ലെങ്കിൽ ബഹുമാനം തോന്നുമ്പോഴാണോ നിനക്ക് പ്രേമം തോന്നുന്നത്? പണ്ട് അങ്ങനെ ഒരു മിനിറ്റ്, അതന്നത്തെ ചോരത്തിളപ്പിന് എന്താ കല്യാണം കഴിക്കുന്നത്? അവര് ഇപ്പോഴും കിട്ടിയിട്ടില്ല നിലവില്. നിന്റെ കല്യാണം ഇത് സക്സസ് ആവാത്തോണ്ടാണോ? അല്ല, നമ്മളത് പോയി പേഴ്സണലി പറഞ്ഞില്ല, മനസ്സിലായോ? അത് ഇപ്പോഴും അവർ അറിഞ്ഞിട്ടില്ല. എടാ നീ അവളുമായിട്ട് പ്രേമത്തിലായിരുന്ന? അവൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 കൊല്ലമായി ഞാൻ അവളെ പ്രേമിക്കുകയായിരുന്നു. അതല്ലെന്ന് നമ്മൾ പെൺകുട്ടിയോട് മുഖത്തൊക്കെ നോക്കി പറഞ്ഞിട്ടുണ്ട്. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. നോ കണ്ടിട്ട് നോ പറഞ്ഞു. അപ്പൊ എന്താണെന്ന് വെച്ചാ നോ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയായിരുന്നോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഗേൾസ് ഇഷ്യൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ലൈഫിൽ. ഇതിന്ന് എന്ത് മനസ്സിലാക്കാം? മനസ്സിലാക്കാതെ ഞാൻ ഗേൾസുമായിട്ടുള്ള ഒരു സഹതാപോ അല്ല സഹകരണം കുറക്കാൻ നോക്കിയിട്ടും പക്ഷെ പറ്റുന്നില്ലായിരുന്നു. പുള്ളി ഓരോ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് ലിപ്ലോ അങ്ങനെ നമ്മളോട് അത് ചെയ്യാൻ പറയും പുള്ളി, പക്ഷെ എനിക്ക് പറ്റൂല. അവനോട് പറയുന്നില്ല, നിന്നെ വിളിച്ചു നിർത്തിയിട്ട് അഭിലാഷാട്ടെ ലിപ് ലോക്ക് ചെയ്യാൻ പറയും. അപ്പൊ കൊച്ചിനെ കോടീശ്വരനാണെങ്കിലും ഇത്തരം വൃത്തികെട്ട ശീലങ്ങളൊന്നും എനിക്കില്ല. ഞാൻ വേണ്ടെന്ന് പറയും. ആ പെങ്കുച്ച എന്താ പറയാ? കാരണം എനിക്കൊരു അല്ല, ഒരു മിനിറ്റ്, ആ പെങ്കുച്ച കേൾക്കുമ്പോ എന്താ പറയുന്നത്? ഓക്കെ പെങ്കുച്ച ഓക്കെ, പക്ഷെ എനിക്ക് താല്പര്യമില്ല. ഇത്രയും നല്ലൊരു മനസ്സായിരുന്നു നിന്റെ. നോക്കണേ വല്ലഭേട്ടന്റെ വിശാല മനസ്കഥ. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അലന്റെ ഗെയിം സ്ട്രാറ്റജി എന്തായിരിക്കും? എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും. ഏത് മൂഡ് പിടിക്കാനാ താല്പര്യം? പക്വത. വെറുതെ ചിരിപ്പിക്കരുത്. ഈ വീട്ടുകാർ ഇവർക്കൊക്കെ ഇപ്പൊ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സിസ്റ്ററും കസിൻസ് ഒക്കെ ഉള്ളതല്ലേ നിനക്ക്, അവർക്കൊക്കെ സമാധാനം ഉണ്ടാവില്ലോ? സത്യം പറഞ്ഞാൽ നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം പോകും, നമുക്ക് പോണ്ടേ? ഇല്ല, സമയമുണ്ട്, പറഞ്ഞതാ. 10 ലക്ഷം രൂപ കൊടുത്ത് സിനിമ ചെയ്യാൻ പോകുന്നത്. അതിലാണ് ആസിഫ് അലിനെ നോക്കുന്നത്. ഇത് ആസിഫിക്ക് അറിഞ്ഞായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ വരാനും തീരാനും ഒരൊറ്റ നിമിഷം മതി. ഇപ്പൊ സുധിച്ചേട്ടന്റെ വീട്ടില് ഒരു പരിപാടിക്ക് പോയിട്ട് ഈ അടുത്തൊരു ഓർമ്മ ദിവസത്തിന് പോയിട്ട് അലൻ ജോസ് അവരുടെ ഡാൻസ് കളിച്ചതിൽ എന്തായിട്ട് അലൻ ജോസിന് എന്താ തോന്നി? എനിക്കത് മോശമായിട്ട് തോന്നിയിട്ടില്ല. എന്തുകൊണ്ട്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ല. ചേച്ചിക്ക് തോന്നിയിട്ടില്ലല്ലോ. പിന്നെ നമുക്ക് പേഴ്സണലി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തോന്നാത്തോണ്ട് പിന്നെ നമുക്കത് പേഴ്സണലി ഈ വല്ലഭേട്ടനെ എനിക്ക് മനസ്സിലായി. അലൻ ജോസിന് രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയമുണ്ടോ? കോൺഗ്രസ് ഇഷ്ടപ്പെടുന്ന നേതാവാരാ? പിണറായി സാറിനാണ്. പിണറായി കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റാ. ഇലക്ഷന് നിൽക്കും ഒരു കാലത്ത്? വിളിച്ചാ നിൽക്കും. നോക്കിയിരുന്നോ? ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ?